ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള മണാലിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കണ്ടു, എന്തോ കൂട്ടിന് ആരും വരുന്നില്ലേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഗായ്സ്, ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്ന് മണാലിയിലേക്ക്. അങ്ങനെ ഗായ്സ്, ഞാൻ മണാലിയിലേക്ക് ഒറ്റയ്ക്ക് വന്നു ഗായ്സ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞുകൂടാ. സംസാരിക്കുന്നത് പോലെ ഇവിടെ വന്ന് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല ഗായ്സ് ആരോടും. കാരണം എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ. ഞാൻ എങ്ങനെ സംസാരിക്കും? ഒരു സ്പോക്കൺ ഹിന്ദി ഒരു ബുക്ക് വാങ്ങിച്ചായിരുന്നു. പക്ഷേ എന്നെ തിന്നേണ്ടതെല്ലാം എടുത്ത് വെച്ചു. ഒരെണ്ണം പോലും, ഒരു ചോക്ലേറ്റ് പോലും ഞാൻ മാറ്റി വെച്ചില്ല. പക്ഷേ ഞാൻ ആ ബുക്ക് എടുക്കാൻ മറന്നുപോയി ഗായ്സ്. ഞാൻ അതിലേറെ വിഷമത്തിലാണ്. കാരണം ഞാനൊരു ക്യാബായി, ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ക്യാബായി, ലെസ്ബായി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബാർഗെയിനിങ് സ്കില്ല് ഞാൻ പ്രയോഗിച്ചു ഗൈസ്. അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ കയറുമ്പോഴും ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു, കിത്തന റുപ്പേ, ഇതൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഗൈസ്. അയ്യോ, ഇനി ഇവിടെ നിന്ന് പോകുന്നത് വരെ കുറച്ചും കൂടി ഹിന്ദിയൊക്കെ പഠിക്കണം. ബാർഗെയിനിങ് സ്കില്ല് കുറച്ചും കൂടി എനിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ പഠിക്കും, ഓരോ സാഹചര്യത്തിൽ നിന്നാണല്ലോ നമ്മൾ പലതും പഠിക്കുന്നത്, അല്ലേ? അതെ ഗൈസ്, ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങ് കാട് കയറി പറഞ്ഞു പോണു ഗൈസ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ 2 കൈയും ഇവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഗൈസ്. കാരണം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച 257 ട്രൈപോഡ് വെച്ചാണ് ഗൈസ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെയധികം സന്തോഷവതിയാണ് അതിൽ. കാരണം ഒറ്റയ്ക്ക് പോകുന്ന എനിക്ക് ഒരു ക്യാമറ പിടിച്ചു തരാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ 3ാമത്തെ കൈയായി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രൈപോഡ്. പക്ഷേ ഹുമയൂൺ ടോംബിൽ പോയപ്പം എനിക്കത് കൊണ്ട് കയറാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്ന കുറച്ചും ഒക്കെ എടുത്ത് എന്ത് ചെയ്യാൻ എന്നെ കയറ്റി വിട്ടില്ല. അല്ലെങ്കിൽ അതിൽ സംസാരിക്കായിരുന്നു അല്ലേ. പക്ഷേ ഹിന്ദിയിൽ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. എങ്ങനെ സംസാരിക്കും? ഓ മൈ ഗോഡ്. ഞാൻ എത്തി ഗൈസ്. കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്, അതിലാണ് ഗൈസ് ഞാൻ ഡൽഹി വരെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് 8 മണിക്കായിരുന്നു കാശ്മീരി ഗേറ്റിലോട്ട് അവർ വരാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു പാക്കേജ് എടുത്തിട്ടാണ്, കാലചക്ര എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് മണാലി കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഒരു 8 മണിയൊക്കെ ആകുമ്പം ഡൽഹിയിൽ വരാനാണ് അവർ പറഞ്ഞത്. ഡൽഹിയിൽ നമ്മുടെ കാശ്മീരി ഗേറ്റിലെത്താനാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ട്രെയിൻ അവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു 6:30 ആയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഞാനിങ്ങനെ ChatGPT എടുത്ത് ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ജൻപത് മാർക്കറ്റ്, അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ സാധനങ്ങൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അവിടെ നിന്ന് നേരെ മെട്രോ നേരെ നമ്മൾ ഹുമയൂൺ ടോംബ് കാണാം. വീഡിയോ നമ്മൾ കണ്ടല്ലോ. അതിനുശേഷം പിന്നെ ഡൽഹി കണ്ടു. പിന്നെ ഞാൻ മടുത്തു. കാരണം ഭയങ്കരമായിട്ട് നടന്ന് അലക്കഴിഞ്ഞ് രാവിലെ വന്നത്. അപ്പോൾ ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ ഇന്ത്യ ഗേറ്റിനവിടെ പോയി ഫുഡ് കഴിച്ചു. അതിനുശേഷം ഇങ്ങനെ ആലോചിച്ചു, നടന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും കാശ്മീരി ഗേറ്റ് പിടിക്കണമെന്നായിരുന്നു. ക്ലോക്ക് റൂം ഒന്ന് പോയി ബാഗൊക്കെ എടുത്തിട്ട് നേരെ മെട്രോയിൽ കയറി. ഭയങ്കര പാടായിരുന്നു. കയറിയ സമയത്ത് ബാഗ് പൊട്ടി. പിന്നെ ബാഗ് അന്വേഷിച്ച് നടപ്പായിരുന്നു. എനിക്കൊന്ന് കാശ്മീരി ഗേറ്റ് വരെ ഞാൻ എങ്ങനെയും അലക്കഴിഞ്ഞ് എടുത്ത് വന്ന് കാശ്മീരി ഗേറ്റ് എത്തിയപ്പോൾ എനിക്ക് ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടി. അയാളൊരു വലിയൊരു ബാഗ് വാങ്ങിച്ചു. എന്നിട്ട് ആ പൊട്ടിയ ബാഗും കൂടെ എല്ലാം അതിനകത്ത് തിരികെ കയറ്റി ഞാൻ പിന്നെയും കാശ്മീരി ഗേറ്റ് വരെ പോയി. അപ്പോൾ അവിടെ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞ ബസ് 9:30 പിന്നെ അത് 9:45. അങ്ങനെ 9:45 കയറി ഞാൻ പിന്നെ ഇവിടെ രാവിലെ എത്തുന്നൊരു 8-8:30 ആവും. അപ്പം അങ്ങനെയാണ് ഗൈസ് ഞാനിവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ബ്രോഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണോ അവിടെ ഇപ്പോൾ നമ്മൾ കയറി ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഇപ്പോൾ റൂമിലാണ്. ഞാനിങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പാക്കേജ് ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ആൾക്കാരാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് പിന്നെ കൺവീനിയൻ്റ് ആയിട്ട് ഇതൊരു എമൗണ്ട്
എമൗണ്ടിനായി. അപ്പം ഞാൻ ലൈക്ക് ഇത് ഞാൻ അതങ്ങ് ഡിസൈഡ് ചെയ്തു. ഒരു പ്ലസ് വണ്ണിൽ പഠിച്ച് ഇപ്പോൾ +2 പോകാൻ വേണ്ടി പോണ ഒരു 4 കുട്ടികളെ കൂട്ട് കിട്ടി. അപ്പോൾ അവർ ഈ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിനി അവരായിട്ടായിരിക്കും പോകുന്നത് ഗൈസ്. ഇത് ഞാൻ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കയറിയ സമയം മുതൽ മലയാളികളെ കണ്ടോ. ട്രെയിനിൽ ഒരിടയ്ക്ക് മലയാളികളുണ്ടായിരുന്നു. പിന്നെ പനവേലൊക്കെ ആയപ്പോൾ അവരിറങ്ങി. പിന്നെ കുറേ ഉണ്ടായിരുന്ന ഹിന്ദിക്കാർ മാത്രം. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. ഞാൻ ആരോടും സംസാരിച്ചു. ഞാനിങ്ങനെ വാ അടച്ചിരിക്കാറില്ല. അങ്ങനെ ഞാൻ 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ അടച്ച് ഇങ്ങനെ വെറുതെ വന്നു ഗൈസ്. ഓർക്കാലേ വയ്യ. നമ്മൾ നേരെ എവിടെ വോക്കവേ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. ഹഡിംബ ടെമ്പിളും ബുദ്ധവിഹാർ അങ്ങനെ എന്തൊക്കെയോ സ്ഥലം. അപ്പോൾ നമ്മളിനി അവിടെ പോകും ഗൈസ്. മണാലിക്ക് വന്ന ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോയോ ഒക്കെ കാണുമ്പോഴായിരിക്കും എൻ്റെ അമ്മ അറിയുന്നത് അമ്മയുടെ മകൾ നാട് വിട്ട് അങ്ങ് വിദൂരത്തേക്ക് ഡൽഹിയും കഴിഞ്ഞ് മണാലിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ അമ്മ അപ്പോഴായിരിക്കും അറിയുന്നത് ഗൈസ്. അമ്മയുടെ മകൾ സുരക്ഷിതയായി മണാലിയിൽ എത്തിയിരിക്കുന്നു. അമ്മ ഞാനേ വീട്ടിൽ നിന്ന് വന്നപ്പം പൊന്നങ്ങൾ എനിക്ക് കെറ്റിൽ തന്നു വിട്ട്. അപ്പോൾ കെറ്റിൽ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇത് കേരള ഫിഷ് കറി, ഒരു നമ്മുടെ ടേസ്റ്റി നിപ്പിൾസിൻ്റെ ഒരു ഫിഷ് കറിയും കുത്തരി ചോറും ഇതാണ് നമ്മൾ ഗൈസ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ ലുലുവിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചതാണ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുലുങ്ങുന്നുണ്ട്. ഇത് ചോറാണ് ഗൈസ്. ചോറ് കാണുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം.